ഹലോ ഫ്രണ്ട്സ്, ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായിരുന്നു ബോളിവുഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ബോളിവുഡിലുള്ള ചില താരങ്ങൾക്ക് മലയാള സിനിമയുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ്. ബോളിവുഡിലെ ശ്രദ്ധേയരായിട്ടുള്ള മുൻനിര നടന്മാരിൽ ഒരാളാണ് സെയ്ഫ് അലി ഖാൻ. ഈ സെയ്ഫ് അലി ഖാൻ ഒരു നെപ്പോകിഡ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം വളരെ റിച്ച് ആണ്. ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് എത്രയോ കോടിക്കണക്കിന് രൂപയൊക്കെ വിലയുള്ള പ്രോപ്പർട്ടിയൊക്കെ അദ്ദേഹത്തിന് ഒരു കേസ് പെട്ട് നഷ്ടപ്പെട്ടതൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ബംഗാളിലും അതേപോലെ തന്നെ ബോളിവുഡിലേക്ക് ഒരു സൂപ്പർ നായികയായിരുന്ന ഷർമിള ടാഗോറാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനൊക്കെ ആയിട്ടുള്ള പട്ടോടി മൻസൂർ അലി ഖാൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ഷർമിള ടാഗോർ ഒരുപാട് ബംഗാളി ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ മലയാള സിനിമയിൽ മാത്രം ഒരൊറ്റ മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുണ്ട്. ഏതാണെന്നല്ലേ ആ സിനിമ? ആ സിനിമയുടെ പേരാണ് ചുവന്ന ചിറകുകൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് എന്ന് മാത്രം പറയേണ്ട, ഇന്നത്തെയും എക്കാലത്തെയും മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ജയൻ്റെ നായികയായിട്ടാണ് ഷർമിള ടാഗോർ അഭിനയിച്ചിട്ടുള്ളത്. 1978 ഇറങ്ങിയിട്ടുള്ള ചുവന്ന ചിറകുകളിൽ ജസീന്റ മോണിക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ ആണ് ഷർമിള ടാഗോർ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ടി ദാമോദരൻ്റെ സ്ക്രിപ്റ്റിന് എൻ ശങ്കരൻ നായരായിരുന്നു സംവിധാനം ഒരുക്കിയത്. ഇവർ രണ്ടുപേരും ആ കാലഘട്ടത്തിലെ സൂപ്പർ സംവിധായകനും സൂപ്പർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ആയിരുന്നെങ്കിലും സിനിമ അന്ന് അത്ര വലിയ വിജയമൊന്നും ആയില്ല. സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ പിന്നീട് മലയാള സിനിമയിലോ മറ്റൊരു സൗത്ത് ഇന്ത്യൻ സിനിമയിലും അവർ അഭിനയിച്ചിട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എനിക്ക് മനസ്സിലായിടത്തോളം ഇവർ അഭിനയിച്ചിട്ടുള്ള ഏക സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നതും ഈ ചുവന്ന ചിറകുകളാണ്. ജയനെയും ഷർമിള ടാഗോറിനെയും കൂടാതെ ജയഭാരതി, MG സോമൻ തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ കാര്യം അറിഞ്ഞത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളിൽ കുറേ ആളുകളും അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു കാര്യം. ആലപ്പി അഷ്റഫിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് ഒരിക്കൽ ഒരു നിർമ്മാതാവ് അവിടെ വരികയും ആ സമയത്ത് സംവിധായകനായിട്ടുള്ള പ്രിയദർശൻ സെയ്ഫ് അലി ഖാൻ തൻ്റെ അമ്മ ഈ നിർമ്മാതാവിൻ്റെ സിനിമയിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ ആയിരുന്നു ആലപ്പി അഷ്റഫ് ആ ഒരു സ്റ്റോറിയിൽ, മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനോട് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു അറിവ് തന്നതിൽ ആലപ്പി അഷ്റഫിൻ്റെ ആ ഒരു കഥയോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു അനുഭവം ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പറയാൻ പോകുന്നത് ബോളിവുഡിലെ എക്കാലത്തെയും ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഷാഹിദ് കപൂർ. എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് പ്രായമോ ആ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളോ അദ്ദേഹത്തിന് ഇതുവരെ ആയിട്ട് ബാധിച്ചതായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോഴും ഒരു 18-20 വയസ്സുകാരനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നീലിമ അസീം എന്നാണ് ഇവരുടെ പേര്. ഇവരൊരു പേര് കേട്ട ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ്. ഒരു ഹിന്ദി നായികയെ കൂടാതെ ഇവരൊരു ക്ലാസിക്കൽ ഡാൻസറും ഒരുപാട് ടെലിവിഷൻ പരിപാടികളിലൊക്കെ ഇവർ അഭിനയിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീലിമ അസീം മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് സാക്ഷാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ നായികയായിട്ട് തന്നെയാണ്. സത്യനന്ദിക്കാട് ചിത്രമായിട്ടുള്ള കളിയിൽ അല്പം കാര്യം എന്ന സിനിമയിലാണ് ഇവർ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് അതിനേക്കാൾ വലിയ മറ്റൊരു തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രം എന്താണെന്ന് വെച്ചാൽ ഒരു സാക്ഷാൽ മലയാളി നാടൻ പെൺകുട്ടിയുടെ ഒരു കഥാപാത്രമാണ് ഇവർ അഭിനയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സത്യനന്ദിക്കാട് സിനിമകളിൽ ഗ്രാമീണ ജീവിതവും അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക. അതിൽ വലിയ അത്ഭുതമൊന്നും വരാനില്ല. അതിപ്പോൾ എവിടുന്ന് ബോംബെ നിന്നായാലും ബീഹാറിൽ നിന്ന് വരുന്ന ഒരാളായാലും അദ്ദേഹം പിടിച്ചും കയറ്റി അവരെയൊക്കെ ഒരു ഗ്രാമീണ പെൺകുട്ടിയാക്കി മാറ്റും. എന്തായാലും കളിയിൽ അല്പം കാര്യം ഇന്നും ആളുകൾ ഒരുപാട് കാണുന്ന നല്ലൊരു കോമഡി സിനിമയാണ്. ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ്. പക്ഷേ ചുവന്ന ചിറകുകളിൽ ആകെയുള്ള ഒരു ഗാനം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കളിയിൽ അല്പം കാര്യം ഇപ്പോഴും ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ തന്നെയാണ്. പക്ഷേ ഇതിൽ അധിക ആളുകൾക്ക് അറിയാത്തൊരു കാര്യം നീലിമ അസീം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഇതിലെ നായിക സാക്ഷാൽ ഷാഹിദ് കപൂറിൻ്റെ, ബോളിവുഡ് നടനായിട്ടുള്ള ഷാഹിദ് കപൂറിൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യമാണ്. ഇനി അത് ആർക്കെങ്കിലും അറിയുമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെയായാലും ഇന്ന് നമ്മൾ പാൻ ഇന്ത്യൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മലയാള സിനിമയിൽ സംഭവിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം
അന്ന് ബോളിവുഡിലൊക്കെ അഭിനയിച്ചിരുന്ന ഷർമിള ടാഗോറിനും നീലിമ ഹസീമിനെയൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള അന്നത്തെ സംവിധായകരെയും അതുപോലെ നിർമ്മാതാക്കളെയും ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും നായികമാരോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരോ അവരുടെ ഏതെങ്കിലും ബോളിവുഡിലുള്ള മറ്റാരെങ്കിലും ഇതേ രീതിയിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ പരിഗണിക്കുക. ബൈ.